എടാ മോനെ, ഇത് ജോസേട്ടനല്ല മാസേട്ടനാണെന്ന് ആരാധകർ. ക്രിക്ക് ഫുട്ബോൾ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് സംബന്ധമായിട്ടുള്ള വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവസാന ബോളിലേക്ക് നീണ്ട ത്രില്ലർ മത്സരത്തിൽ KKRനെ ഞെട്ടിച്ച് രാജസ്ഥാൻ റോയൽസിൻ്റെ അവിശ്വസനീയ വിജയം. പരാജയത്തിൻ്റെ വക്കിൽ നിന്നും ജോസ് ബട്ട്ലറുടെ വൺമാൻ ഷോ IPLൽ രാജസ്ഥാൻ റോയൽസിന് ത്രസിപ്പിക്കുന്ന വിജയം സമ്മാനിച്ചിരിക്കുകയാണ്. പോയിന്റ് പട്ടികയിലെ ആദ്യ 2 സ്ഥാനക്കാർ തമ്മിലുള്ള പോരിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അവസാനത്തെ ബോളിൽ 2 വിക്കറ്റിന് റോയൽസ് മറികടക്കുകയായിരുന്നു. ക്രീസിൻ്റെ മറുവശത്ത് ബാറ്റിംഗ് പങ്കാളികളെ നഷ്ടമായിക്കൊണ്ടിരുന്നെങ്കിലും അപരാജിത സെഞ്ചുറിയോടെ ഏറെക്കുറെ തനിച്ച് ബട്ട്ലർ ടീമിനെ വിജയിപ്പിക്കുകയായിരുന്നു. 60 ബോളിൽ പുറത്താവാതെ 107 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. 9 ഫോറും 6 സിക്സറും അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിലുണ്ടായിരുന്നു. KKR നൽകിയ 224 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം അവസാന ബോളിൽ 2 വിക്കറ്റ് ബാക്കി നിൽക്കെ റോയൽസ് മറികടക്കുകയായിരുന്നു. ബട്ട്ലറെ മാറ്റി നിർത്തിയാൽ റോയൽസ് നിരയിൽ മറ്റാരും 40 റൺസ് പോലും എടുത്തില്ല. റിയാൻ പരാഗ് 34 റൺസ്, വാലറ്റത്ത് റോമൻ പവൽ 26 റൺസ്, ഓപ്പണർ യശസ്വി ജയ്സ്വാൾ 19 റൺസ്, ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 12 റൺസ് എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റു സ്കോറർമാർ. KKRനായി ഹർഷിത് റാണ, സുനിൽ നരേൻ, വരുൺ ചക്രവർത്തി എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. സുനിൽ നരേൻ്റെ കന്നി സെഞ്ചുറിയിലേറിയാണ് KKR 6 വിക്കറ്റിന് 223 റൺസ് എന്ന വലിയ സ്കോർ പടുത്തുയർത്തിയത്. ഈ സീസണിൽ ഓപ്പണിംഗിലേക്ക് മടങ്ങിയെത്തിയ ശേഷം മാരക ഫോമിൽ ബാറ്റ് വീശുന്ന നരേനാണ് KKRൻ്റെ ഹീറോ. 56 ബോളിൽ 109 റൺസ് വാരിക്കൂട്ടിയാണ് അദ്ദേഹം പുറത്തായത്. 13 ഫോറും 6 സിക്സറുകളും ഇതിലുൾപ്പെടും. നരേനെ മാറ്റി നിർത്തിയാൽ KKR നിരയിൽ മറ്റാർക്കും 50 പോലും നേടാനായിട്ടില്ല. അൻഗ്രിഷ് രഘുവംശിയാണ് 30 റൺസ് നേടിയത്. റിങ്കു സിംഗ് 20 റൺസ് എന്നിവരാണ് മറ്റ് പ്രധാന സ്കോറർമാർ. KKRൻ്റെ തുടക്കം പാളിയിരുന്നു. ഫിൽ സാൾട്ട് 4-ാം ഓവറിൽ പുറത്താവുമ്പോൾ KKRൻ്റെ സ്കോർ ബോർഡിൽ 21 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10 റൺസ് എടുത്ത സാൾട്ടിനെ ആവേശ് സ്വന്തം ബൗളിങ്ങിൽ തകർപ്പനൊരു റിട്ടേൺ ക്യാച്ചിലൂടെ മടക്കുകയായിരുന്നു. എന്നാൽ 2-ാം വിക്കറ്റിൽ നരേന് കൂട്ടായി മികച്ച ഫോമിലുള്ള യുവതാരം രഘുവംശി ഇറങ്ങിയതോടെ മികച്ചൊരു കൂട്ടുകെട്ട് കണ്ടു. 85 റൺസാണ് ഇരുവരും ടീം സ്കോറിലേക്ക് കൂട്ടിച്ചേർത്തത്. ഇതോടെ KKR ടോട്ടൽ 100 കടക്കുകയായിരുന്നു. നായകൻ ശ്രേയസിന് 11 റൺസ് മാത്രമേ എടുക്കുവാൻ സാധിച്ചുള്ളൂ. ബാറ്റിങ്ങിൽ കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല. വമ്പനടിക്കാരനായ ആന്ദ്രെ റസലിനെ ബാറ്റിങ്ങിൽ KKR നേരത്തെ ക്രീസിലേക്ക് അയച്ചു. അതിവേഗം റൺസ് വാരിക്കൂട്ടുക തന്നെയായിരുന്നു KKRൻ്റെ പ്ലാൻ. നരേനും റസലും 4-ാം വിക്കറ്റിൽ 51 റൺസ് കൂട്ടിച്ചേർത്തതോടെ KKR 200+ റൺസ് ഉറപ്പാക്കി. പക്ഷേ റസലിന് ബാറ്റിങ്ങിൽ വലിയ സംഭാവന നൽകാനായില്ല. 10 ബോളിൽ 13 റൺസ് മാത്രമാണ് റസൽ എടുത്തത്. അതിനുശേഷം റിങ്കുവിൻ്റെ ഫിനിഷിംഗാണ് KKRനെ 220 കടത്തിയത്. 9 ബോളിൽ താരം 2 സിക്സും 1 ഫോറും അടിച്ചു. റോയൽസിനായി ആവേശ് ഖാനും കുൽദീപ് സെന്നും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. നിങ്ങൾ ഇന്നത്തെ മത്സരം കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വർഷത്തെ IPL കിരീടം നേടാൻ സാധ്യതയുള്ള ടീം ഏതാണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ IPL വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.